കൊന്നതിനൊക്കെ തുണി വിളിച്ചിട്ട് മുകളിൽ അഴയിൽ ഇങ്ങനെ കാലുമ്പ് കെട്ടിത്തൂക്കി ഞാട്ടിടണം, തല താഴ്ത്തി ഞാട്ടിടണം. എന്നിട്ട് ചൂരല വെച്ചിട്ട് ചന്തിക്ക് അടിച്ച് തൊലി പൊളിക്കണം. 13 വയസ്സ്, വെറും 13 വയസ്സേ ഉള്ളൂ. അല്ല, എന്താണ് ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ? ഞാൻ എന്റെയൊക്കെ 13ാമത്തെ വയസ്സിൽ ഒരാളെ കൊല്ലണ പോയിട്ട് ഒരാളെ ഒന്ന് ഉപദ്രവിക്കണ പോലും ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ സ്കൂൾ വേഗം വിട്ട് കഴിഞ്ഞാല് ഫ്രണ്ട്സ് ആയിട്ട് പോകണം, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകണം, എന്നിട്ട് TV കാണണം, അല്ലെങ്കിൽ കളിക്കാൻ പോകണം. ഇതൊക്കെയാണ് മൈൻഡില്. ഇത് എന്താടാ എടാ, ഒരാളെ കൊല്ലണം എന്ന് പറഞ്ഞാൽ അത് മുത്തച്ഛനെ കൊല്ലണം. ഈറ്റങ്ങളൊക്കെ വേണമെങ്കിൽ അച്ഛനെ അമ്മേനും വരെ കൊല്ലും. പൊന്നാര പേരൻസ്, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്ക്, പിള്ളേരൊന്ന് ശ്രദ്ധിക്ക്. ഫോണൊക്കെ ആവശ്യത്തിന് മാത്രം കൊടുക്ക്. ഈ ചെറിയ പ്രായത്തില് ഫോൺ അങ്ങനെ കൊടുക്കണ്ട. കേട്ടിട്ട് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല, 13 വയസ്സിലൊക്കെ ഇങ്ങനെയാണ് കൊല്ലാന്ന്. അതും എല്ലാരും വിളിച്ച് കാമുകനെയും വിളിച്ചു വരുത്തിയിട്ടൊക്കെയാണ് കൊല്ലണ. അപ്പൂപ്പൻ നശിപ്പിക്കാൻ നോക്കിന്ന്, എന്ത് ചെയ്യാൻ നോക്കിയെന്നാണ്? ഇങ്ങനെ കൊല്ലാൻ പ്ലാൻ ചെയ്യണ അവൾക്ക് ഇങ്ങനെ കള്ളം പറയാൻ പറ്റൂല എന്നാണ്. ഇതിനൊക്കെ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ തുണി വിളിച്ചിട്ടുണ്ടല്ല, ഈ കൊന്നതിനൊക്കെ തുണി വിളിച്ചിട്ട് മുകളിൽ അഴയിൽ ഇങ്ങനെ കാലുമ്പ് കെട്ടിത്തൂക്കി ഞാട്ടിടണം, തല താഴ്ത്തി ഞാട്ടിടണം. എന്നിട്ട് ചൂരല വെച്ചിട്ട് ചന്തിക്ക് അടിച്ച് തൊലി പൊളിക്കണം. ഇനി ഇവരെ കൊണ്ടുപോയിട്ട് ഇടാൻ പോണത് മറ്റേ ജയിലാണ്, ശിശുക്കളുടെ. അതിലല്ല ഇടേണ്ടത്, ശരിക്കും പറഞ്ഞ നോർമൽ ജയിലിടണം. ഈ കാട്ടാളന്മാരൊക്കെ ഇപ്പൊ കുറെ എണ്ണം ഇറങ്ങും. പിള്ളേരല്ലേ, മറ്റേതല്ലേ, മറിച്ചല്ല, ഒരു ബോധമില്ലാത്ത കുറെ ഇറച്ചി തീനികൾ. ഇറ്റങ്ങള് നോർമൽ ജയിലിൽ തന്നെ ഇടണം. എന്നിട്ട് അവിടുത്തെ ആൾക്കാർ നല്ല പണി കിട്ടണം. പേടിച്ചില്ലാതാവണം, നരകിക്കണം. എന്നിട്ട് ന്യൂസുകാർക്കൊക്കെ ഫോട്ടോ കാണിക്കാൻ പേടിയാണ്, അവരുടെ ഭാവി നശിക്കുന്നു. എന്ത് ഭാവി? ഈറ്റങ്ങൾക്കൊക്കെ എന്ത് ഭാവി? ചെകുത്താന്മാർക്കൊക്കെ എന്ത് ഭാവി? ചെകുത്താൻ പോലും ഇത്ര മെനകെട്ടതാവൂല. ശരിക്കും പറഞ്ഞ തൂക്കി കൊല്ലണം, കള്ള നായ്ക്കളെ. പൊന്നാര ടീച്ചേഴ്സേ, നിങ്ങളൊന്ന് നന്നാക്കാൻ നോക്കിയിട്ടങ്ങളാ. ഇറ്റങ്ങളെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നന്നാക്കാൻ നോക്ക്. നല്ല ചൂരിലെടുത്ത് പെട്ടക്കണം. ചൂരിലടിച്ചിട്ട് ഇനി എന്ത് വന്നാലും കുഴപ്പമില്ല, ആര് വന്ന് ചോദിച്ചാലും കുഴപ്പമില്ല. പാരന്റ്സിനോടാണ് പിന്നെ പറയാനുള്ളത്, പിള്ളേരെ ചൂരിൽ വെച്ച് അടിച്ചോട്ടെ, അതിനിപ്പോ എന്താ പ്രശ്നം? അടിച്ചൊടിക്കട്ടെ, അടിച്ച് പൊളിക്കട്ടെ. എന്റെയൊക്കെ കയ്യും തുടക്കെ എത്ര പൊളിഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? അധ്യാപകർ എന്ന് പറഞ്ഞാൽ പിള്ളേരെ നന്നാക്കണവരാണ്. സ്റ്റുഡൻസ് നന്നാവണമെങ്കിൽ അടിച്ച് തന്നെ നന്നാക്കണം. ചിലങ്ങളുണ്ട് അടിച്ചാലേ നന്നാവുള്ളൂ, ചിലതോ അടിച്ചാലും നന്നാവൂല. ചൂന്തറോ,